2025 ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ സാംസൺ ഇല്ലാതിരുന്നത് അയാൾക്ക് ഭാവിയിൽ ഒരുപാട് ഗുണം ചെയ്യാൻ പോകുന്ന ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത്. ഉർവശി ശാപം ഉപകാരമായി മാറാൻ പോകുന്നു. നിലവിലെ ടീം വെച്ച് ഉണ്ടാവാൻ പോകുന്ന പോസിബിൾ 11-ഉം അതിൽ സഞ്ജു ഉണ്ടാകുമായിരുന്നെങ്കിൽ അയാൾക്ക് കിട്ടാൻ പോകുന്ന അവസരം എന്താണെന്ന് നോക്കാം. രോഹിത് ശർമ്മ, ഗിൽ തന്നെയാവും ഓപ്പണിംഗ്. ജയ്സ്വാൾ ബാക്കപ്പ് പ്ലെയർ ആയിരിക്കും. 1 ഡൗൺ പൊസിഷനിൽ കോഹ്ലി ആവും ഉണ്ടാവുക. ഇതിൽ ആർക്കെങ്കിലും പരിക്കു പറ്റിയാൽ ഉണ്ടാകാൻ പോകുന്ന പോസിബിൾ കോമ്പിനേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. രോഹിത്തിന് പരിക്കു പറ്റിയാൽ ഗിൽ, ജയ്സ്വാൾ ആയിരിക്കും ഓപ്പണിംഗ്. ഗില്ലിന് പരിക്കു പറ്റിയാൽ രോഹിത്, ജയ്സ്വാൾ ആയിരിക്കും ഓപ്പണിംഗ്. കോഹ്ലിക്കാണ് പരിക്കു പറ്റുന്നതെങ്കിൽ രോഹിത്, ജയ്സ്വാൾ ഓപ്പണിംഗും 1 ഡൗൺ പൊസിഷനിൽ ഗിൽ താഴോട്ടിറങ്ങി കളിക്കാനും സാധ്യതയുണ്ട്. സോ ഈ 3 സ്പോട്ടിൽ ഒഴിവില്ല. 4-മത്തെയും 5-മത്തെയും പൊസിഷനിൽ കളിക്കാൻ പോകുന്നത് ശ്രേയസ് അയ്യരും KL രാഹുലുമായിരിക്കും. ആദ്യത്തെ 5 സ്പോട്ട് ഫിൽഡ് ആണ്. സപ്പോസ് ഇതിൽ ഒരാൾക്ക് പകരമായിരുന്നു സഞ്ജുവിനെ പരിഗണിച്ചതെങ്കിൽ പന്തിനെ നേരത്തെ ഇറക്കി സഞ്ജുവിന് 6-ാം നമ്പറിൽ അവസരം കൊടുക്കും. കാരണം കഴിഞ്ഞ T20 വേൾഡ് കപ്പിലും ഇക്കഴിഞ്ഞ ടെസ്റ്റ് മത്സരങ്ങളിലുമൊക്കെ പന്തിനെ നേരത്തെ ഇറക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആദ്യത്തെ 6 സ്പോട്ടിൽ ബോളിംഗ് ഓപ്ഷൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നെക്സ്റ്റ് 5 സ്ലോട്ടുകൾ ഓൾറൗണ്ടേഴ്സിനും ബോളേഴ്സിനും കൂടി ഉള്ളതാണ്. സഞ്ജു ഉൾപ്പെട്ടിരുന്നെങ്കിൽ 6-ാം നമ്പർ അല്ലെങ്കിൽ 7-ാം നമ്പറിൽ മാത്രമായിരുന്നു കളിക്കാൻ അവസരം കിട്ടുക. സഞ്ജുവിന് ബെസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ടോപ്പ് 3 ആണ്. നിലവിലെ അവസ്ഥ വെച്ച് 6-ാം നമ്പറിൽ ഇറങ്ങുന്ന ഒരു ബാറ്റ്സ്മാന് 35 ഓവർ കഴിയാതെ കളിക്കാൻ അവസരം കിട്ടാൻ സാധ്യതയില്ല. മാത്രവുമല്ല റിസ്ക് എടുത്ത് കളിക്കേണ്ട ഫേസും ആണത്. ചെറിയ സ്കോറിൽ പുറത്തായാൽ പിന്നീട് ODI ടീമിലോട്ട് തിരിച്ചു വരിക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാവും. ഈ വരുന്ന T20 സീരീസിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചാൽ ചാമ്പ്യൻസ് ട്രോഫിക്കും IPL-നും ശേഷം വരാനിരിക്കുന്ന ODI സ്ക്വാഡിൽ അയാളെ പരിഗണിക്കാതെ ഇരിക്കാനാവില്ല. അടുത്ത ODI വേൾഡ് കപ്പ് 2027-ലാണ്. രോഹിത് ശർമ്മയ്ക്ക് അപ്പോൾ 39 കഴിഞ്ഞ് 40 റണ്ണിംഗ് ആയിരിക്കും. കോഹ്ലിക്ക് 38-ഉം. സോ ഇവർക്ക് പകരം വേറെ ആളുകളെ ഓപ്പണിംഗ് 1 ഡൗൺ സ്ലോട്ടിൽ പരിഗണിക്കേണ്ടതുണ്ട്. നിലവിലെ അവസ്ഥയിൽ രോഹിത് ശർമ്മയുടെ ഓപ്പണിംഗ് പൊസിഷനിൽ ഫിറ്റ് ആവുന്നത് സഞ്ജുവും കോഹ്ലിക്ക് പകരം ഗില്ലും ആയിരിക്കും. ഈ സീരീസിൽ സഞ്ജുവിനെ പരിഗണിച്ച് എങ്ങാനും പെർഫോം ചെയ്യാൻ പറ്റാതെ പോയിരുന്നാൽ ഇപ്പറഞ്ഞ അവസരങ്ങൾ നഷ്ടമാവാനും സാധ്യതയുണ്ട്. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ ഉർവശി ശാപം അക്ഷരാർത്ഥത്തിൽ സഞ്ജുവിന് ഉപകാരമാവാൻ പോകുന്നു എന്ന് തന്നെ പറയേണ്ടി വരും.